മനുഷ്യർക്ക് കള്ളങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചത് ഫ്രെഡറിക് നീഷയാണ്. അന്ന് അദ്ദേഹം ഇത് താഴെ തടവി പ്രഖ്യാപിച്ചപ്പോൾ പലരും വിചാരിച്ചു ഇയാൾക്ക് എന്താ വട്ടാണോ എന്ന്. എന്നാൽ ഇന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഓ നീഷേ സാറേ അങ്ങെത്ര ജീനിയസ് ആയിരുന്നു, പച്ചയായ ജീനിയസ് ആയിരുന്നു അങ്ങ് എന്ന്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നാളെ രാവിലെ മുതൽ ഈ ലോകത്ത് ആരും കള്ളം പറയില്ലെന്ന് ഒരു നിയമം വരുന്നു. എന്തായിരിക്കും അവസ്ഥ? പ്രപഞ്ചം 5 മിനിറ്റിനകം കൊളാപ്സ്, ഒരു സംശയവും വേണ്ട. ആദ്യം തന്നെ നമ്മുടെ കുടുംബ ജീവിതം എടുത്തു നോക്കാം. ഭാര്യ രാവിലെ പുതിയൊരു സാരി ഉടുത്ത് വന്ന് ചോദിക്കുന്നു, ഏട്ടാ ഈ സാരിയിൽ കാണാൻ എന്നെ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? സത്യം മാത്രം പറയുന്ന ഭർത്താവ് ഒരു വരിക്കച്ചക്ക ചുവന്ന തുണിയിൽ പൊതിഞ്ഞു വെച്ചതുപോലെയുണ്ട്. അതോടെ തീർന്നു. അടുത്ത സെക്കൻഡിൽ ആ വീട്ടിൽ 3ാം ലോക മഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. സത്യം പറഞ്ഞ ഭർത്താവ് അന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് പട്ടിണിയായിരിക്കും. എന്നാൽ അയ്യോ അപ്സരസിനെ പോലെ ഉണ്ടെടി താൻ, ഓ എന്തു സുന്ദരി എന്ന ഒരു കൊച്ചു അസത്യത്തിന് ആ കുടുംബത്തിൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും സമാധാനം തരാൻ കഴിയും. കണ്ടോ നീഷെ പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഓഫീസ് ജീവിതത്തിലേക്ക് വരാം. ബോസ് ചോദിക്കുന്നു, എന്താണോ താൻ ഇത്ര വൈകിയത്? നേരെ സത്യം പറഞ്ഞാൽ ബോസ് രാവിലെ അലറാം അടിച്ചപ്പോൾ ഫോൺ എടുത്ത് ഒരൊറ്റ ഏറായിരുന്നു. പിന്നെ സുഖമായി ഉറങ്ങി. 10 മണിക്ക് എഴുന്നേറ്റു. ഇത് പറഞ്ഞാൽ പിറ്റേന്ന് മുതൽ മൂപ്പർക്ക് വീട്ടിലിരുന്ന് സമാധാനമായി ഉറങ്ങാം. കാരണം പണി കാണില്ല. അതോടുകൂടി പണി പോവും. അവിടെയാണ് നമ്മൾ ആ വിശുദ്ധ കള്ളം പുറത്തെടുക്കുന്നത്. അയ്യോ സാറേ കവലയിൽ വൻ ട്രാഫിക് ബ്ലോക്കായിരുന്നു, പോരാത്തതിന് വണ്ടിയുടെ ടയറും പങ്ക്ചറായി. ബോസും ഹാപ്പി, ജീവനക്കാരൻ അതിനേക്കാളും വലിയ ഹാപ്പി. സോഷ്യൽ മീഡിയയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അതൊന്ന് നോക്കിയാല് ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും ആ നാച്ചുറൽ ബ്യൂട്ടി ഫിൽറ്ററുകൾ ഒന്ന് മാറ്റി നിർത്തിയാൽ പകുതി അക്കൗണ്ടുകളും പൂട്ടിപ്പോകും. ഐ ആം സോ ഹാപ്പി എന്ന് ക്യാപ്ഷൻ കൊടുത്തിടുന്ന സെൽഫിക്ക് പിന്നിൽ അപ്പുറത്തെ റൂമിൽ കിടന്ന് അടിപിടി കൂടുന്ന അനിയനും കടം ചോദിച്ചു വിളിക്കുന്ന കൂട്ടുകാരനും ചെയ്തതിനും ചെയ്യാത്തതിനും 100 കുറ്റങ്ങളായി വരുന്ന അപ്പനും അമ്മമാരും കൊണ്ട് വീർപ്പ് മുട്ടിയിടത്തുനിന്നാണ് ഐ ആം സോ ഹാപ്പി എന്ന് ഇങ്ങനെ നമ്മളെ ബട്ടന് കയറ്റാൻ വേണ്ടി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. സത്യത്തിൽ കള്ളം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു വിറ്റാമിൻ ആണ്. അല്പം കള്ളം, അല്പം പുകഴ്ത്തൽ, അല്പം അഭിനയം, ഇതൊക്കെ ചേരുമ്പോഴാണ് ഈ ഭൂമി ഇങ്ങനെ സുഗമമായി തിരിയുന്നത്. അതുകൊണ്ട് നീഷെ അന്ന് പറഞ്ഞത് തികച്ചും സത്യമാണ്. ചില സത്യങ്ങൾ താങ്ങാൻ ശേഷി ഈ ലോകത്തിനില്ല. ഹായ് പുഞ്ചിരി കുലീനമാം കള്ളം, നെഞ്ചു കീറി നാം നേരിനെ കാട്ടാം. വൈലോപ്പിള്ളി പാടിയതാണ്. പുഞ്ചിരിയിലുമുണ്ട് എല്ലാത്തരം വഞ്ചനയുടെയും കള്ളത്തിന്റെയും ലാഞ്ചന. ആ പുഞ്ചിരി പോലും സൂക്ഷിച്ചേ മുന്നോട്ട് പോകാവൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വലിയ വലിയ തട്ടിപ്പുകൾ നടത്താനല്ല, മറിച്ച് സഹജീവികളെ വേദനിപ്പിക്കാതിരിക്കാനും സ്വന്തം തൊഴിലും കുടുംബവും രക്ഷിച്ചെടുക്കാനും വേണ്ടി നമ്മൾ പറയുന്ന ആ കുഞ്ഞു കുഞ്ഞു വെളുത്ത കള്ളങ്ങളെ നമുക്ക് സ്നേഹത്തോടെ വന്ദിക്കാം. ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നമസ്കാരം.